ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ് മൊബൈലുകൾ പല മോഡലുകൾ എങ്ങനെ ഫ്ലാഷ് ചെയ്യാം ഒടിയൻ ഉപയോഗിച്ച്. അതിന് വരുന്ന ഫ്ലാഷ് ചെയ്യുമ്പോൾ സാധാരണ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡ്രൈവറൊന്നും ഇല്ലാത്ത കമ്പ്യൂട്ടറാണെന്നൊരിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എന്തായിരിക്കും കാരണങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കാർക്കും ഒരു മൊബൈൽ ഒടിയൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഫയല് മാറ്റി വേറൊരു ഫയല് ഇടാൻ പറ്റും. അപ്പോൾ കെയർഫുള്ളി വാച്ച് ഇറ്റ്. ആദ്യം നമ്മൾക്ക് ഈ മൊബൈൽ ഫ്ലാഷ് ചെയ്യാനായിട്ട് ഡൗൺലോഡിങ് മോഡിലാക്കുകയാണ് വേണ്ടത്. ഡൗൺലോഡിങ് മോഡിലാക്കാനായിട്ട് വോളിയം ഡൗണും ഹോം കീയും പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഓൺ ഓഫ് സ്വിച്ച് ഞെക്കിയാൽ മതി. അന്നേരം ഒരു വിൻഡോ വരും. ആ വിൻഡോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതിന് മുന്നേ ഇത് J2 ആണ്. J2-ന് ഇങ്ങനെയാണെങ്കിൽ ഓരോ മോഡലിനും വ്യത്യാസമായിരിക്കും. നിങ്ങൾ ഏത് മോഡലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മോഡൽ എങ്ങനെ ഡൗൺലോഡിങ് മോഡിലോട്ടാക്കും എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിപ്പോൾ J2-ൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഡൗൺലോഡിങ് മോഡിലായ ഒരു ഫോണ് ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ടാവും പ്രസ് വോളിയം അപ്പ് കീ ടു കണ്ടിന്യൂ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വോളിയം മുകളിൽ വാണിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വോളിയം അപ്പ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് കാണാം. അവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതിയേക്കും. ഈ ഇൻഫർമേഷനകത്ത് FRP ലോക്ക് എന്നെഴുതിയിട്ടുണ്ടാവും. അത് ഓൺ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. സോഫ്റ്റ്വെയർ ഫെയില് എന്ന് കാണിക്കും. USB കണക്റ്റ് ആയാലും ചില സമയത്ത്. അങ്ങനെയുള്ള ഫോണുകൾ നിങ്ങൾ ഈ FRP ലോക്ക് ഓഫ് ചെയ്യാനായിട്ട് ഒരു ഫയല് കിട്ടും. ആ ഫയല് ഡൗൺലോഡ് ചെയ്യുക. ചുമ്മാ ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ എഴുതി വയ്ക്കുക FRP അൺലോക്ക് ഫയൽ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ വരും. ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഒടിയൻ ഓണാക്കുക. ഒടിയൻ ഓണാക്കി വെച്ച് ഈ AP എന്നുള്ളിടത്ത് ആ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു RAR ഫയലായിട്ട് തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് അടിച്ചാൽ നിങ്ങളുടെ USB കണക്റ്റ് ആണെങ്കിൽ FRP ലോക്ക് അൺലോക്ക് ആയിട്ടുണ്ടാവും, അത് ഓഫായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ഓഫാക്കിയിട്ട് ഫോൺ ഓഫാക്കിയിട്ട് ഡൗൺലോഡിങ് മോഡിലാക്കിയിട്ട് തന്നെ കുത്തണേ. പിന്നെ നിങ്ങൾ ബാറ്ററി ഊരി വെച്ച് ഇട്ടേച്ച് ഡൗൺലോഡിങ് മോഡിൽ ഒന്നും കൂടെ ആക്കി നോക്കിക്കഴിഞ്ഞാൽ FRP ലോക്ക് ഓഫ് എന്നുണ്ടാവും. അപ്പോൾ ചില സമയത്ത് FRP ലോക്ക് ഓൺ ആണെന്നൊരിയിൽ ഈ ഒടിയനിൽ നമ്മൾ ഫ്ലാഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പോട്ടെ. അതങ്ങനെ വന്നാൽ മാത്രമേ അത് ചിന്തിച്ചാൽ മതി. അത് ചിന്തിച്ച് അത് അങ്ങനെ വരികയാണെന്നൊരു FRP ലോക്ക് ഓഫാക്കുക, എന്നിട്ട് ഒടിയൻ എടുക്കുക. സാധാരണഗതിയിൽ നേരെ ഒടിയൻ എടുക്കുക. നേരെ ഒടിയൻ എടുത്തേച്ച് നമ്മൾ ഫയല് ചിലപ്പം 3 ഫയലുണ്ടാകും, ചിലപ്പോൾ ഒറ്റ ഫയലാവും. ഒറ്റ ഫയലാണെന്നൊരു AP എന്നുള്ളിടത്ത് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. ഇവിടെ USB കണക്റ്റ് ആയിരിക്കണം. കണക്റ്റ് ആണെങ്കിൽ വർക്കാവും. നമുക്കിതിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഫയൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് 3 ഫയലായിട്ടുള്ളതാണ്. ഈ ഓരോ ഫയലിനും BL എന്നുള്ളിടത്ത് ആ ഫയലിൽ തന്നെ BL എന്ന് എഴുതിയിട്ടുണ്ട്. AP എന്നുള്ള ഫയലാണെന്നൊരു ഫയലിൽ തന്നെ AP എന്ന് എഴുതിയിട്ടുണ്ടാവും. CSC എന്നാണെങ്കിൽ CSC എന്നുണ്ടാവും. പിന്നെ അത് ഫയലിൻ്റെ സൈസ് നോക്കിയും മനസ്സിലാക്കാം. അത് ഇച്ചിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് ചുമ്മാ പ്രോപ്പർട്ടീസ് ഫയലിൻ്റെ എത്ര MB ഉണ്ടെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇതേത് ഫയലാണെന്ന്.
കിട്ടുന്ന വരിയിൽ അകത്തെല്ലാം എഴുതിയിട്ടുണ്ടാകും. ആ ഫയലിൻ്റെ പേരിൽ തന്നെ ഉണ്ടാകും. അത് നോക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ സി പി വേണ്ട കേട്ടോ, സി പി വേണ്ടാത്ത ഫയലാണ്. എന്നിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടണിൽ അടിക്കുക. കണ്ട യു എസ് ബി എടുത്തിട്ടില്ല, യു എസ് ബി നോട്ട് റിക്കഗ്നൈസ്ഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടോ? അപ്പോൾ യു എസ് ബി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കളറ് മാറി വരാത്തത്. അപ്പോൾ അവിടെ കളറ് മാറി വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ആൾക്കാർ സാധാരണഗതിയിൽ ഇവിടെയാണ് കിണിഞ്ഞു പോകുന്നത്. അപ്പം ഇതിങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഉണ്ടോ ഇപ്പോൾ ഇൻസ്റ്റാളിങ് അത് ഞാൻ മറ്റേ ഫോണിൻ്റെ ഡ്രൈവർ എടുത്തതാണെന്ന് തോന്നുന്നു, നോക്കട്ടെ എന്നാന്ന് പറയാം. അപ്പം 3 ഫയല് കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തേച്ച് ഇൻഫർമേഷൻ നോക്കുക. ഇതുണ്ട് ഇവിടെ ഓൾ ത്രെഡ് കംപ്ലീറ്റഡ്, സക്സസ്ഡ്, 0 ഫെയിൽഡ് എന്നൊക്കെ എഴുതി വരുന്നുണ്ടോ? അത് ഈ ഡ്രൈവർ ഇവിടെ എടുക്കാത്തതുകൊണ്ടാണ്. ഇവിടെ യു എസ് ബി ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കളർ മാറ്റം, ചെറിയ കളർ മാറ്റം വരും, അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ വരുന്ന സ്ഥിതിയിൽ നിങ്ങൾ ആദ്യം വിചാരിച്ചുകൊള്ളുക, ഇങ്ങനെ വരുന്ന പ്രശ്നം നിങ്ങളുടെ കമ്പ്യൂട്ടറും മൊബൈലുമായിട്ട് കണക്റ്റ് ആയിട്ടില്ല. ഡൗൺലോഡിങ് മോഡിൽ കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇത് കുത്തി എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കും. പക്ഷേ ഫോണിൽ കമ്പ്യൂട്ടറിൽ ഡ്രൈവറെല്ലാം കറക്റ്റായിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഡ്രൈവർ ADB ഡ്രൈവർ, MTK, സാംസങ് USB ഡ്രൈവർ, പിന്നെ സാംസങ് കീസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിളിൽ അടിച്ചാൽ മതി, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യം കീസ് ഇൻസ്റ്റാൾ ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ആക്കാം. കീസ് ഇല്ലെങ്കിൽ കീസ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇനി ADB ഈ ഡ്രൈവർ, MTK ഡ്രൈവറൊക്കെയാണ്. അത് രണ്ടും ഇവിടെ അടിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വരും. ADB ഡ്രൈവർ, MTK ഇതെല്ലാം വരും. അത് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക.
ഒക്കെ ചെറിയ ചെറിയ ഡ്രൈവറുകളാണ്. ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി വേണ്ടത് സാംസങ് USB ഡ്രൈവറാണ്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സ്ട്രാക്റ്റ് ചെയ്തു. ഇനി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. നെക്സ്റ്റ് എല്ലാം നെക്സ്റ്റ് ഇൻസ്റ്റാൾ എന്നൊക്കെ കൊടുക്കുക. ഫിനിഷ് അടിക്കുക. അത്രയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ആക്കുക. നേരെ നമ്മുടെ ഒടിയൻ എവിടെയാണ് കിടക്കുന്നത് അത് ഓപ്പൺ ആക്കുക. ഫയൽ എവിടെയാണ് ഇട്ടേക്കുന്നത് ആ ഫയലിലോട്ട് പോയിച്ച് 3 ഫയലും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ കളർ മാറിയതുണ്ടോ? ചെറിയൊരു കളർ വ്യത്യാസമേ ഉള്ളൂ, വലിയ വ്യത്യാസമില്ല. പക്ഷേ കളർ വ്യക്തമായിട്ട് മാറിയത് കാണാം. കളർ മാറിക്കഴിഞ്ഞാൽ ഫോണും ഒടിയനുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം നമുക്ക്. ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പടപടാന്ന് എടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്താവും എന്ന് നോക്കാം. കണ്ടോ? സ്റ്റാർട്ട് കൊടുത്തപ്പോൾ കണ്ടോ ഇവിടെ OS എന്നെഴുതി കാണിക്കും. ഫയൽ റൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഫയൽ ഇപ്പോൾ ഈ J2 തന്നെ പലതരമുണ്ട്. അപ്പോൾ J2 തന്നെ പല സൈസ് ഫയലുകളാണ്. അപ്പോൾ ഒരു ഫയൽ ഇപ്പോൾ J2 ഒരു മോഡലിൻ്റെ ഫയൽ വേറൊരു മോഡലിന് ഇട്ട് കഴിഞ്ഞാൽ ഫോൺ വർക്ക് ചെയ്യില്ല. ആ കറക്റ്റ് ഫയൽ തന്നെ ഡൗൺലോഡ് ചെയ്യുക, കറക്റ്റ് ഫയൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ A3യോ വേറെ ഏതെങ്കിലും മോഡലാണ് അതിൻ്റെ ഫയലാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അത്രയൊക്കെയാണ്. ബാക്കിയൊക്കെ എല്ലാമൊക്കെ ഏകദേശമൊക്കെ ഒരുപോലൊക്കെ തന്നെയാണ് സാംസങ്ങിൻ്റെ എല്ലാ ഫോണും ചെയ്യുന്നത്. പിന്നെ അത് FRP ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഫയൽ ഓരോ മോഡലിനും വ്യത്യാസമാണ്. അപ്പോൾ ആ മോഡൽ എഴുതി തന്നെ FRP അൺലോക്ക് എന്ന ആ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെപ്പറേറ്റ് ഫയൽ കിട്ടും. ആ സെപ്പറേറ്റ് ഫയലാണ് ഇടേണ്ടത്. അത് RAR ഫയലാണ്. അതിവിടെ APയിലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒക്കെ അന്നേരം USB കണക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇവിടെ ഈ കളർ മാറുന്നുണ്ടോയെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. FRP ലോക്ക്
ഓണാണെങ്കിൽ ചിലപ്പോൾ സോഫ്റ്റ്വെയറിൽ ഫെയിൽ വരും. അപ്പോൾ സോഫ്റ്റ്വെയറിൽ ഫെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം ഡൗൺലോഡിങ് മോഡിലിടുക. എന്നിട്ട് ഡൗൺലോഡിങ് മോഡിലാക്കി വെച്ച് പിന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കുമല്ലോ വോളിയം ബട്ടൺ, വോളിയം പ്ലസ്, അപ്പ് വോളിയം ടു കണ്ടിന്യൂ എന്ന് അങ്ങനെ എഴുതി കാണിക്കുമ്പോൾ അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പം ഒരു 4 ഇൻഫർമേഷൻ വരും. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് FRP ലോക്ക് ഓണാണോ ഓഫാണോ എന്നുള്ളത്. ഓഫാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, അടിച്ച് കയറ്റുക എന്നുള്ളതുള്ളൂ. പക്ഷേ ഓണാണെങ്കിൽ ചില സമയത്ത് പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഫെയിൽഡ് കാണിക്കുകയാണെന്നിട്ട് പിന്നെ ഫയലൊന്ന് മാറ്റി നോക്കുക. വേറൊരു ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഫയലൊന്ന് മാറ്റി നോക്കുക. ഇത്രയൊക്കെയാണ് ഇതിനകത്തുള്ളൂ. അത് ഏത് ഫോണും സക്സസ് ആയിട്ട് തന്നെ ഓഡിയനിൽ ഫ്ലാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നോക്കാം. ഇത് ഇപ്പം കയറുന്നുണ്ട്, ഇതെല്ലാം ഓക്കെയാണ്. ഉണ്ടാവും. പാസ് ഫോൺ ഓണായിട്ടുണ്ട്. നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ലോഡിങ് സക്സസ് ആണ്. ഫോൺ ഓണായി, പാസ് എന്ന് കാണിച്ച്, എവരിത്തിങ് ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സോഫ്റ്റ്വെയർ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഞാൻ മൊബൈൽ സംബന്ധമായ എല്ലാ വീഡിയോകളും ഈ ചാനൽ വഴി ഇടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ വരത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.